കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സമരം ചെയ്ത നഴ്സുമാരെ പിരിച്ചുവിട്ടു. രണ്ടുപേർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ നടപടി. ഹോസ്റ്റൽ ഒഴിയാനും നിർദ്ദേശം. നഴ്സുമാരുടെ സംസ്ഥാന വ്യാപക പണിമുടക്കിൽ സ്തംഭിച്ച ആശുപത്രി. എന്നോട് അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, രണ്ട് നഴ്സുമാരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. അവിടെ എന്താണ് ഇന്ന് ഉണ്ടായത്? മാനേജ്മെന്റിന്റെ വിശദീകരണം എന്താണ്? തീർച്ചയായും ഇന്നിപ്പോൾ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇതിന്റെ ഉടമസ്ഥൻ തന്നെ നേരിട്ട് വന്നുകൊണ്ടാണ് നഴ്സുമാരുമായി വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് രാവിലെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഈ സമരം ചെയ്യുന്ന നഴ്സുമാരെ മുറിയിൽ അടച്ചുപൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയത് എന്നാണ് നഴ്സുമാർ ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നഴ്സുമാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള സമരം തന്നെയാണ് നടക്കുന്നത്. അലക്സാണ്ടറുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കോലം കയ്യിലേന്തിക്കൊണ്ടാണ് ഇവരിപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേരള യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് അടുത്തെത്തിയപ്പോൾ കൂകി വിളിച്ചാണ് സമരക്കാർ അലക്സാണ്ടറുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ബേബി ഹോസ്പിറ്റൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവർ മുഖ്യ കവാടത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുഖ്യ കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കോ മറ്റോ കാര്യങ്ങൾ കടന്നിട്ടില്ല. അവരത് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ ഏതായാലും ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയും അദ്ദേഹത്തിന്റെ മരുമകനും തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് നേരിട്ട് വന്നുകൊണ്ട് കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്ന, അല്ലെങ്കിൽ കയ്യാങ്കളി തന്നെ ആകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് രാവിലെ കണ്ടത്. അത് വലിയ തോതിലാണ് ഈ നഴ്സുമാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നഴ്സുമാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യായമായ അവകാശത്തിന് വേണ്ടിയുള്ള ന്യായമായ സമരം മാത്രമാണ് തങ്ങൾ നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ഭംഗം വരുത്തുന്ന തരത്തിൽ പോലും അതുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അതിനോട് വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം പെരുമാറിയത്. അത് ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നഴ്സുമാർ ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ അലക്സാണ്ടറുടെ പേര് വിളിച്ചു തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി. എന്താണ് ഇത്രയും രോഷം കൊള്ളാൻ മാത്രം എന്തുണ്ടായത്? ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ ഇതിനുള്ളിൽ അടച്ചിട്ട് പണിയെടുപ്പിച്ചു. ഇത് ചോദിക്കാൻ പോയ ഞങ്ങളെ നേതാക്കളെ തല്ലാൻ നോക്കി ഈ മുതലാളി. കണ്ടില്ലേ, വീഡിയോസ് കണ്ടില്ലേ? ഇത്രയും മതി, വേറെ എന്ത് വേണം? ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ. ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ്. ഈ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. സമരം മുഖ്യ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബേബി ഹോസ്പിറ്റലിന് മുമ്പിലേക്ക് ഈ പ്രകടനം എത്തിയിരിക്കുന്നു. വലിയ രോഷാകുലരാണ് സമരക്കാർ. വലിയ പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഉണ്ട്. പോലീസ് കൂകി വിളിച്ചുകൊണ്ട് സമരക്കാരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു. അവർ യുഎൻഎ നേതൃത്വം തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട് റോട്ടിൽ കുത്തിയിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗേറ്റിന് മുന്നിൽ ഇവർ കുത്തിയിരിക്കുകയാണ്. എന്തായാലും ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ കടക്കാനോ മറ്റു കാര്യങ്ങളിലേക്കോ പ്രവർത്തകരാരും ശ്രമിച്ചിട്ടില്ല. ഇവർ ഇപ്പോൾ നേതൃത്വം ഇരിക്കാൻ ആവശ്യപ്പെട്ട നിമിഷം തന്നെ പ്രവർത്തകരെല്ലാവരും, യുഎൻഎ നഴ്സുമാരെല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുത്ത രോഷം, നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ യുഎൻഎയുടെ നേതൃത്വം നമ്മോട് പറഞ്ഞത്, കടുത്ത അനീതി തങ്ങൾ നേരിട്ടിരിക്കുന്നു. ഇദ്ദേഹം ഗുണ്ടകളെ പോലെയാണ് തങ്ങളെ നേരിടാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സമരം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ രണ്ടാമത്തെ ഗേറ്റും കടന്ന് മുഖ്യ കവാടത്തിൽ എത്തിയതോടുകൂടി പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇവർ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കടുത്ത രോഷം ഈ യുഎൻഎ പ്രവർത്തകരെ നഴ്സുമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ നഴ്സുമാരുടെ മാർച്ച്. ഹോസ്പിറ്റലിന് മുന്നിലെ കവാടത്തിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. അതിന് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള ധർണയാണിപ്പോൾ നടക്കുന്നത്. വലിയ മുദ്രാവാക്യം വിളികൾ ബേബി മെമ്മോറിയൽ മാനേജ്മെൻറ്റിനെതിരെ നഴ്സുമാർ നടത്തുന്നു. ഇന്ന് രാവിലെയാണ് ചില
സംഘർഷത്തിലേക്ക് പോയ ചില അവസ്ഥ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്തുണ്ടായത്. സമരത്തിൽ ഏർപ്പെട്ടിരുന്ന നഴ്സുമാരെ ഇതിൻ്റെ